ട്രേഡിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾ എൻട്രി എടുക്കുന്ന നേരത്തെ പ്രൈസ് നല്ലൊരു മൂവ്മെൻറ്റ് തുടങ്ങുന്നു, പക്ഷേ ചെറിയൊരു ടൈം കഴിഞ്ഞ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്നു. പിന്നെ പ്രൈസ് എക്സാക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി ബിഗ് മൂവ് ചെയ്യുന്നു. ഈ പെയിൻഫുൾ സിറ്റുവേഷനാണ് ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഇൻഡ്യൂസ്മെൻറ്റ് കോൺസെപ്റ്റ് മലയാളത്തിൽ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാം. ഹായ് ഓൾ, ഞാൻ ട്രേഡിലേക്ക് ICT. നമ്മുടെ ചാനലിൽ പുതിയ ട്രേഡിംഗ് ലേണിങ്ങിന് വേണ്ടി ICT കോൺസെപ്റ്റ് മലയാളത്തിൽ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എൻ്റെ മിഷൻ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡ്യൂസ്മെൻറ്റ് ട്രേഡിംഗ് കൺസെപ്റ്റാണ്. ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഒരു ഓർഡർ ബുക്ക് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് POE, ഓർഡർ ബുക്ക്, FEG, കീ ലെവൽസ്, ഇതിനൊക്കെയാണ് POE എന്ന് പറയുന്നത്. ഇതിനൊക്കെ എത്തുന്നതിന് മുമ്പ് ഈക്വൽ ഹൈസ് ആൻഡ് ഈക്വൽ ലോസ് ഉണ്ടാക്കി ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. മാർക്കറ്റ് സ്മാർട്ട് മണി ട്രേഡേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ടാർഗറ്റ് ലിക്വിഡിറ്റിയാണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് എൻട്രി എടുക്കുന്ന നേരത്തെ പ്രൈസ് അവരുടെ SL ട്രിഗർ ചെയ്ത് പിന്നെ റിയൽ ഡയറക്ഷനിലേക്ക് പോയിക്കോളും. ഇതൊരു ട്രാപ്പ് പോലെയാണ്. നിങ്ങൾ ചെറിയ മൂവ് കണ്ടിട്ട് എൻട്രി എടുത്താൽ പ്രൈസ് നിങ്ങൾ ഇൻഡ്യൂസ് ചെയ്യും, പിന്നെ റിയൽ മൂവ് നടക്കും. ഇങ്ങനെയാണ് സ്മാർട്ട് മണി ട്രേഡേഴ്സ് നിങ്ങളുടെ SL എടുത്തിട്ട് നിങ്ങളെ ലിക്വിഡിറ്റിയാക്കി മാറ്റുന്നത്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഗോൾഡിൻ്റെ ചാർട്ടിൽ ഓർഡർ ബുക്ക് ടെസ്റ്റിന് മുമ്പ് മാർക്കറ്റ് ഒരു FEGയിൽ നിന്ന് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കൊടുത്തു. ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്ന് ആ FEG ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഒരു വളരെ എളുപ്പത്തിൽ തന്നെ, വളരെ സ്പീഡ് മൂവിൽ തന്നെ, വളരെ എളുപ്പത്തിൽ തന്നെ മുകളിലോട്ട് മൂവായി. അതിനുശേഷം ആ ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയയിലെ ഈ ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയയിലേക്ക് തന്നെ മാർക്കറ്റ് വന്നു. ആ ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയയിലേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചവരുടെ എല്ലാ ട്രേഡേഴ്സിൻ്റെ SL എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും റിയൽ മൂവ് സ്റ്റാർട്ടായി. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതിനൊരു ഇൻഡ്യൂസ്മെൻ്റായി എടുക്കാൻ നമുക്ക് ഈ ഇൻഡ്യൂസ്മെൻറ്റ് ബ്രേക്ക് ചെയ്തൊന്ന് ഇറങ്ങിയിട്ട് ഒരു ലിക്വിഡിറ്റി ഹണ്ട് നടത്തിയതിന് ശേഷം മാർക്കറ്റ് റിയൽ മൂവ് സ്റ്റാർട്ട് ചെയ്തു. കുറേ ആൾക്കാർ ഈ FEGയിൽ നിന്ന് ഈ വിക്ക് കിട്ടിയതിന് ശേഷമായിരിക്കും എൻട്രി എടുത്തിട്ടുണ്ടാവുക. ബട്ട് SL ആ ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയയിലേക്കും ആ ലോയിലേക്കും ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. മാർക്കറ്റ് എന്താ സംഭവിച്ചത് വെച്ചാൽ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആക്കി കണക്കാക്കി എടുത്തു. റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ SL എല്ലാം അവിടെ ഉണ്ടെന്ന് സ്മാർട്ട് മണിക്ക് മനസ്സിലായി. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് പൊസിഷനിലേക്ക് താഴത്തോട്ട് തന്നെ ഇട്ടു മാർക്കറ്റിനെ. എന്നിട്ട് ആ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം മാർക്കറ്റ് പിന്നെയും റിയൽ മൂവ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ SL വെക്കുമ്പം ഒരു ഓർഡർ ബുക്കിൻ്റെ ഡൗണിൽ സൈഡിൽ വെക്കാൻ ശ്രമിക്കുക. ടാർഗറ്റ് കറക്റ്റ് ബേസ് ലിക്വിഡിറ്റിയിലേക്കും വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് ട്രാപ്പ് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് നോക്കുക. ആദ്യം ഹയർ ടൈം ഫ്രെയിമിൻ്റെ കോൺഫറൻസ് നോക്കുക. ഹയർ ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഓർഡർ ബുക്ക് അല്ലെങ്കിൽ FEG ഐഡൻറ്റിഫൈ ചെയ്യുക. ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടായതിന് ശേഷം എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യുക. SL ഇൻഡ്യൂസ്മെൻറ്റ് നടന്നതിന് ശേഷം ഓർഡർ POEൻ്റെ താഴെ വെക്കുക. ടാർഗറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ലെവലിലേക്കും വെക്കുക. ഇതുപോലെ സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് ട്രേഡേഴ്സ് പ്രോഫിറ്റബിൾ ആകുന്നതിന് സഹായിക്കുന്നത്. അപ്പം എല്ലാവരും ചെയ്യുന്ന കോമൺ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. ഇൻഡ്യൂസ്മെന്റ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എൻട്രി എടുക്കും. ഇവിടെ കാണാം, നമുക്ക് ഇവിടെ ഒരു FEG ക്രിയേറ്റ് ആയി. ആ FEG ഒന്നും മാർക്കറ്റ് എടുക്കാതെയാണ് പോയത്. അവിടെ നിന്ന് തന്നെ ആ FEG ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞ് ഡിസ്പ്ലേസ്മെന്റ് മൂവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻട്രിയിൽ ചാടി കയറി എടുക്കും. എന്നിട്ട് ആ FEG ആയിരിക്കും SL വെക്കുന്നത്. ആ FEG നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഡർ ബുക്കും താഴെ POE ആയിട്ട് ഉണ്ടാവും. ആ POEയിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ കുറേ ആൾക്കാരുടെ SL എടുത്തിട്ടായിരിക്കും പിന്നെ ആ POEയിൽ നിന്നായിരിക്കും പുൾ ബാക്ക് കിട്ടുന്നത്. അപ്പം ഈ ഇൻഡ്യൂസ്മെൻറ്റ് ശ്രദ്ധിക്കാതെ ആരും ട്രേഡ് എടുക്കരുത്. ഇൻഡ്യൂസ്മെൻറ്റ് നടന്നതിന് ശേഷം ആ POEയിലേക്ക് വരുമ്പോൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് എൻട്രി കുറച്ച് മതി, പക്ഷേ നല്ലൊരു എൻട്രി നമ്മുടെ സെറ്റപ്പിൽ അനുസരിച്ച് നല്ലൊരു എൻട്രി കിട്ടിയാൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ആകാൻ സാധിക്കും. മാർക്കറ്റിലുള്ള എല്ലാ മാർക്കറ്റിൻ്റെ നീക്കങ്ങളൊക്കെ എൻട്രി ആണെന്ന് പറഞ്ഞ് എൻട്രി എടുക്കാതെ നിൽക്കുക. അപ്പം എല്ലാവരും ചെയ്യുന്ന കോമൺ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. ഇൻഡ്യൂസ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എൻട്രി എടുക്കും. ഇവിടെ കാണാം, നമുക്ക് ഇവിടെ ഒരു FEG ക്രിയേറ്റ് ആയി. ആ FEG ഒന്നും മാർക്കറ്റ് എടുക്കാതെയാണ് പോയത്. അവിടെ നിന്ന് തന്നെ ആ FEG ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻട്രിയിൽ ചാടി കയറി എടുക്കും. എന്നിട്ട് ആ FEG ആയിരിക്കും SL വെക്കുന്നത്. ആ FEG നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഡർ ബുക്കും താഴെ POE ആയിട്ട് ഉണ്ടാവും. ആ POEയിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ കുറേ ആൾക്കാരുടെ SL എടുത്തിട്ടായിരിക്കും പിന്നെ ആ POEയിൽ നിന്നായിരിക്കും പുൾ ബാക്ക് കിട്ടുന്നത്. അപ്പം ഈ ഇൻഡ്യൂസ്മെൻറ്റ് ശ്രദ്ധിക്കാതെ ആരും ട്രേഡ് എടുക്കരുത്. ഇൻഡ്യൂസ്മെൻറ്റ് നടന്നതിന് ശേഷം ആ POEയിലേക്ക് വരുമ്പോൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് എൻട്രി കുറച്ച് മതി, പക്ഷേ നല്ലൊരു എൻട്രി നമ്മുടെ സെറ്റപ്പിൽ അനുസരിച്ച് നല്ലൊരു എൻട്രി കിട്ടിയാൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ആകാൻ സാധിക്കും. മാർക്കറ്റിലുള്ള എല്ലാ മാർക്കറ്റിൻ്റെ നീക്കങ്ങളൊക്കെ എൻട്രി ആണെന്ന് പറഞ്ഞ് എൻട്രി എടുക്കാതെ നിൽക്കുക. സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ നിങ്ങളുടെ വിൻ റേറ്റ് വളരെ ഇമ്പ്രൂവ് ആകും. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാം, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തപ്പോഴാണ് എൻ്റെ വിൻ റേറ്റ് ഇമ്പ്രൂവ് ആയത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സിമ്പിളായി പറഞ്ഞാൽ പ്രൈസ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നു, പിന്നെ റിയൽ മൂവ് തുടങ്ങുന്നു. ഇത് മനസ്സിലാക്കിയാൽ ബാക്ക് ടെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രെസ് കുറയും. നിങ്ങൾക്ക് ഇതുപോലെ ICT കോൺസെപ്റ്റ് മലയാളത്തിൽ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.